ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഝാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. സംസ്ഥാനത്തിന് നികുതി വിഹിതമായി 2,736 കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഇന്ന് താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസിനെതിരെ കേരളത്തിന് സമനില. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബീഹാർ സന്ദർശനം ആരംഭിച്ചു. ഝാർഖണ്ഡിലെ ധൻബാദിലെ സിന്ദ്രിയിൽ 35,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഭാരതം വികസിത രാജ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. कल ही अर्थव्यवस्था के जो आंकड़े आए हैं, भारत ने सारे अनुमानों से और बेहतर प्रदर्शन करते हुए अक्टूबर से दिसंबर के क्वार्टर में 8.4%, 8.4% की विकास दर हासिल करके दिखाई है. ये दिखाता है कि भारत का सामर्थ्य कितनी तेजी से बढ़ रहा है. ഉച്ചകഴിഞ്ഞ് പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ ആരാംബാഗിൽ 7,200 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഒന്നിലധികം വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സംസ്ഥാനത്ത് നികുതി വിഹിതമായി 2,736 കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചു. സംയോജിത ചരക്ക് സേവന നികുതി വിഹിതവും ലഭിച്ചതോടെ ആകെ 4,000 കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങൾക്കായി 1,42,122 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്ര നികുതി വിഹിതം ആശ്വാസമാകും. മലയോര പട്ടയ വിവരശേഖരണം ഇന്നു മുതൽ ഈ മാസം 15 വരെ നടക്കും. വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് മലയോര പട്ടയങ്ങൾ സംബന്ധിച്ച വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നത്. 1977 ജനുവരി 1 മുൻപ് വനഭൂമി കുടിയേറിയവരിൽ നാളിതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം 1 മുതൽ 15 വരെയാണ് വിവരശേഖരണം നടക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ചുവടുവയ്പും നടത്തുന്നത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടുള്ള വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. മാതാപിതാക്കളുമായി ഗവർണർ സംസാരിച്ചു. SFIയുടെ നടപടിയെ ക്രൂരതയെന്ന് വിശേഷിപ്പിച്ച ഗവർണർ ഇതിന് മുതിർന്ന നേതാക്കൾ കൂട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ അക്രമ മാർഗം സ്വീകരിക്കുന്നതിനെ ഗവർണർ അപലപിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. സർവകലാശാല ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തെ ഗൌരവമായി കാണുന്നതായും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ. നിഷ്പക്ഷമായി അന്വേഷണം നടത്തുമെന്നും തിരുവനന്തപുരം നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നത് കാട്ടുനീതിയെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നവരെ സംരക്ഷിക്കുന്ന CPIM കാട്ടുനീതിയുടെ കാവൽക്കാരാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കാൻ ഒന്നിച്ച് പോരാടാമെന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. പൂക്കോട് സർവകലാശാലയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ SFI രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് SFI പ്രവർത്തകരെന്നും ഇവരെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായും ശ്രീ സതീശൻ ആരോപിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങി. SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാനും മറ്റൊരു പ്രതിയുമാണ് കൽപ്പറ്റ DYSP ഓഫീസിൽ കീഴടങ്ങിയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ 4% സംവരണത്തിൽ സഹകരണ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. നേരത്തെ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവിൽ സഹകരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്താത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി.
ഫെബ്രുവരിയിലെ റേഷൻ വിതരണം ഇന്ന് വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ. എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷനായി അനുവദിക്കുന്ന അവധി ഇത്തവണ നാളെയായിരിക്കും. ഗുരുതര രോഗബാധിതർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് എല്ലാ മാസവും 19-ാം തീയതി വരെ അപേക്ഷ നൽകാമെന്ന് മന്ത്രി അറിയിച്ചു. ഇന്ന് 4 ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലാണ് കനത്ത ചൂട് അനുഭവപ്പെടുന്നത്. പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 2 പേരാണ് രോഗം ബാധിച്ചു മരിച്ചത്. ഈ പ്രദേശങ്ങളിൽ 2 മാസത്തിനിടെ 152 പേർക്ക് രോഗം ബാധിക്കുകയും 38 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ നെല്ലിക്ക ക്യാമ്പയിന് മലപ്പുറത്ത് തുടക്കമായി. മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു. സംസ്ഥാനത്ത് +1, +2 VHSE പരീക്ഷകൾ ആരംഭിച്ചു. ഈ മാസം 26 വരെ 9 ദിവസങ്ങളിലായി രാവിലെ 9:30 മുതൽ 11:45 വരെയാണ് പരീക്ഷ. ഹയർ സെക്കൻഡറിയിൽ 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 8,53,000 വിദ്യാർത്ഥികളും VHSEയിൽ 57,707 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. ഗൾഫിലും ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ ചർച്ചയ്ക്കായി KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തും. കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കം 15 MPമാരാണ് കോൺഗ്രസിനുള്ളത്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ 1ാംഘട്ട പരീക്ഷണ പ്രവർത്തനം ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ കളക്ടർ അരുൺ കെ വിജയന്റെ സാന്നിധ്യത്തിൽ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 1861 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിന്റെ 20% ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും റിസർവായും സജ്ജമാക്കും. VVPAT യന്ത്രം 30% റിസർവായി സജ്ജമാക്കുന്നുണ്ട്. ലോക്സഭാ ഇലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ചുമതലകളിലേക്ക് നോഡൽ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. 2 കാസർഗോഡും 2 വടകര മണ്ഡലത്തിലുമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ LDF മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ രാജ്യത്തെ 150 റെയിൽവേ സ്റ്റേഷനുകൾക്കും 6 മെട്രോ സ്റ്റേഷനുകൾക്കും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ. കർശനമായ ശുചിത്വവും ശുചീകരണ പ്രോട്ടോക്കോളുകളും പാലിക്കുകയും ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിന് വ്യക്തികൾക്കിടയിൽ അവബോധം വളർത്തുകയും ചെയ്ത സ്റ്റേഷനുകൾക്കാണ് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സന്തോഷ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരളവും സർവീസസും 1 ഗോൾ വീതം നേടി സമനില പാലിച്ചു. സജീഷിലൂടെ കേരളം ലീഡ് നേടിയെങ്കിലും സമീർ മുർമുവിന്റെ ഗോളിലൂടെ ഇരു ടീമും സമനിലയിലായി. ഇതോടെ 10 പോയിന്റുമായി സർവീസസ് ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് തുടരുന്നു. 8 പോയിന്റുള്ള കേരളം 3ാം സ്ഥാനത്താണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഗോവ അസം മത്സരത്തിനു ശേഷമേ ഗ്രൂപ്പിലെ ടീമുകളുടെ സ്ഥാനം സംബന്ധിച്ച ചിത്രം തെളിയൂ. ISL ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയുമായി മത്സരിക്കും. നിലവിലെ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് കേരളം. ഇന്ന് ATK മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ ഈ മാസം 14 മുതൽ 17 വരെ വാഗമണിൽ നടക്കും. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് ഫെസ്റ്റിവലാണിത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായാണ് കായികമേള സംഘടിപ്പിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കൂട്ടി. കേരളത്തിൽ വില 26 രൂപ കൂടി 1806 രൂപയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1043 പോയിന്റ് ഉയർന്ന് 73,528ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 307 പോയിന്റ് ഉയർന്ന് 22,290ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഝാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. സംസ്ഥാനത്തിന് നികുതി വിഹിതമായി 2,736 കോടി രൂപ കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഇന്ന് താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ
സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസിനെതിരെ കേരളത്തിന് സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.